ദൈവരാജ്യം ഒരു കടുകുമണിയോട് സദൃശം. മനുഷ്യന്റെ സകല മേഖലകളിലുമുള്ള സകല വിഷയങ്ങളെയും ഉപമകളിലൂടെ കർത്താവ് പറഞ്ഞു. അതിലൊരെണ്ണമാണ് ജ്ഞാനത്തിന്റെ വിഷയം, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രൊമോഷന്റെ വിഷയം. കർത്താവ് പറയാണ്, ദൈവരാജ്യം കടുകുമണിയോട് സദൃശം. അതൊരുവനെടുത്ത് തൻ്റെ തോട്ടത്തിലിട്ടു, അത് വളർന്നു. അത് വിതയ്ക്കുമ്പോൾ ചെറുതായിരുന്നു, എല്ലാ വിത്തിലും ചെറുതായിരുന്നു, പക്ഷെ അത് വളർന്നു, സകല സസ്യങ്ങളെക്കാളും വലുതായി. അത് ശാഖകളെ നീട്ടി, അതിൻ്റെ കൊമ്പുകളിൽ ആകാശത്തിലെ പറവകൾ ചേക്കേറി. നിങ്ങളുടെ വിദ്യാഭ്യാസം കുറവായിരിക്കാം, അതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാകാം. സാമ്പത്തികമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു അപകർഷതാബോധം ഉണ്ടാകാം. നിങ്ങളാകുന്ന വിത്തിനെ ഈ ദൈവരാജ്യമെന്ന വയലിൽ വിതച്ചാൽ നിങ്ങൾ വളരും, നിങ്ങൾക്ക് ജ്ഞാനം വർദ്ധിക്കും, നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കും. കാരണം നിങ്ങൾ ദൈവജീവൻ വ്യാപരിക്കും. ശലോമോനെക്കുറിച്ച് പറയുന്നത്, സോളമനെക്കുറിച്ച് പറയുന്നത്, ലെബനോനിലെ ദേവദാരു മുതൽ മതിലിന്മേൽ വളരുന്ന ഹിസോപ്പ് വരെ സകലത്തെയും കുറിച്ച് ശലോമോൻ അറിയാമായിരുന്നു. അതുകൂടാതെ അവൻ പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും മത്സ്യങ്ങളെക്കുറിച്ചും എല്ലാം പ്രസ്താവിച്ചു. ലോകത്തിലുള്ള സകല ജ്ഞാനികളും ഇവൻ്റെ അടുക്കെ വന്ന് സംസാരിച്ചു. ഇവൻ എല്ലാത്തിനും ഉത്തരം പറയും. എവിടെ നിന്ന് കിട്ടി ജ്ഞാനം? സ്കൂളിൽ പഠിച്ചാലോ കോളേജിൽ പഠിച്ചാലോ ഒന്നും എല്ലാ വിഷയത്തെക്കുറിച്ചും കിട്ടത്തില്ല. ദൈവജ്ഞാനം അത് സോളമന് കിട്ടിയെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടും, നമുക്ക് കിട്ടും. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാണെന്നെങ്കിൽ ഫലസിക്കാതെ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കുക, പ്രാർത്ഥിക്കുക. ദൈവജ്ഞാനം തരും. അത് നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും, നിങ്ങളുടെ വിലയെ മാറ്റും, വിലയെ കൂട്ടും.